ലോകം മുഴുവൻ ഇന്ന് ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന രാക്ഷസ പാവയെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഫാഷൻ ലോകത്തെ ഒട്ടേറെ സ്വാധീനിക്കുന്ന സൗത്ത് കൊറിയയിലെ ബ്ലാക്ക് പിങ്ക് ഗേൾസ് ഗ്രൂപ്പിലെ ലിസ എന്നറിയപ്പെടുന്ന ലാലിസ മനോബാൽ ലബൂബു പാവയുമായി സോഷ്യൽ മീഡിയയിൽ പലതവണ പ്രത്യക്ഷപ്പെടുകയും ഈ പാവയോടുള്ള അഫെക്ഷനും ക്രഷും വെളിപ്പെടുത്തുകയും ചെയ്തതിന്റെ പിന്നാലെയാണ് ലബൂബു പാവയെ പലരും ശ്രദ്ധിക്കുന്നത് തന്നെ. പോപ്പ് സ്റ്റാറും തായ് റാപ്പറുമായ ലിസ ഇൻസ്റ്റഗ്രാമിൽ 106 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആദ്യ ഏഷ്യൻ വനിതയാണ്. പല ലക്ഷറി ബ്രാൻഡുകളുടെയും ഗ്രാൻഡ് അംബാസഡറായ ലിസ മോഡലിംഗ് കൊണ്ടും സ്റ്റേജ് പെർഫോമൻസ് കൊണ്ടും ഒരുപാട് ആരാധകരെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് 2019 പുറത്തിറങ്ങിയ ലബൂബു പാവയുമായി 2024 ലിസ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ലിസയെ സ്നേഹിക്കുന്ന, അവരുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, അവരുടെ ഫാഷൻ സെൻസിൽ താല്പര്യമുള്ള പലരും പിന്നീട് ഈ പാവ മേടിക്കുകയും 2024 $1.8 ബില്യൺ വരുമാനം ഉയർത്താൻ പോപ്പ് മാർട്ട് എന്ന ചൈനീസ് ടോയ് കമ്പനിക്ക് കഴിഞ്ഞു. റിഹന്ന, ഡുവാലിപ്പ, കിം കദർഷിയൻ, അനന്യ പാണ്ഡ്യ, ഡേവിഡ് ബെക്കാം, ട്വിങ്കിൾ ഖന്ന തുടങ്ങിയ സെലിബ്രിറ്റീസ് ലബൂബു ട്രെൻഡ് പിന്തുടർന്നതോടെ ഇന്ന് ഈ രാക്ഷസ പാവയ്ക്ക് പിന്നാലെയാണ് ആരാധക ലോകം. ഇത്രമാത്രം ട്രെൻഡിങ് ആവാൻ ലബൂബു എന്താണ്? ആരാണ് ലബൂബു പാവ ഉണ്ടാക്കിയത്? 2015 ദി മോൺസ്റ്റേഴ്സ് എന്ന സീരീസിന് വേണ്ടി കസിൻ ലങ് എന്ന ഹോങ്കോങ്ങുകാരൻ ഡിസൈൻ ചെയ്തൊരു ക്യാരക്ടറാണ് ലബൂബു. കസിൻ ലങ്ങിന് 7 വയസ്സുള്ളപ്പോൾ നെതർലൻഡ്സിലേക്ക് കുടുംബം താമസം മാറ്റാണ്. യൂറോപ്പിലെ നാടോടി കഥകളും പുരാണങ്ങളും മിത്തുകളും ഐതിഹ്യങ്ങളും കേട്ട് ഭയന്നും അമ്പരന്നും അതിശയിച്ചും യൂറോപ്പിൽ അദ്ദേഹം വളർന്നു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ച ഈ നാടോടി കഥകൾ അഥവാ നോർഡിക് പുരാണങ്ങൾ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കലാസൃഷ്ടികളെയും സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. 2013 തായ്വാനിൽ പ്രസിദ്ധീകരിച്ച മൈ ലിറ്റിൽ പ്ലാനറ്റ് അദ്ദേഹത്തിന്റെ ആദ്യ ചൈനീസ് ഇലസ്ട്രേഷൻ ബുക്കാണ്. അതിന് പിന്നാലെ അദ്ദേഹം ഡിസൈൻ ചെയ്ത മോൺസ്റ്റർ എൽവാണ് ലബൂബു. ദേഹം നിറയെ രോമവും റൗണ്ട് ഫേസും വിടർന്ന വലിയ കണ്ണുകളും കൂർത്ത നീളൻ ചെവികളും 9 മൂർച്ചയുള്ള പല്ലുകളും കുസൃതി നിറഞ്ഞ പുഞ്ചിരിയും, അങ്ങനെ ആകെ മൊത്തത്തിൽ ക്യൂട്ടായ എന്നാൽ ഇത്തിരി ക്രൂരവുമായ മുഖമാണ് ലബൂബുവിൻ്റെത്. കാരണം 9 കൂർത്ത പല്ലുകൾ കണ്ടാൽ തന്നെ ഒരു മുതല കടിച്ചു കീറാൻ നിൽക്കണ പോലെയാ തോന്നാം. ദി മോൺസ്റ്റർ സീരീസിൽ ലബൂബുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ കരുണയുള്ള, എല്ലാരെയും സഹായിക്കാൻ മനസ്സുള്ള, ഇടയ്ക്ക് ഹ്യൂമറൊക്കെ കൊണ്ടുവരുന്ന സ്നേഹനിധിയായ ഒരു കൗശലക്കാരന്റെ കഥാപാത്രമായാണ്. ദേഹം നിറച്ച രോമവും വാലുമുള്ള സിമോമോ മോൺസ്റ്റർ ട്രൈബ് ലീഡറായും, തലയോട്ടി പോലെ മുഖമുള്ള ടൈക്കോക്കോ ലബൂബുവിന്റെ ബോയ് ഫ്രണ്ടായും, കേളി ഐലാഷസും ഹാർട്ട് ഷേപ്പിൽ മൂക്കുമുള്ള മൊക്കോക്കോ, സ്പൂക്കി, പാറ്റോ എന്നിവർ മറ്റ് കഥാപാത്രങ്ങളായും അവതരിപ്പിച്ച ഈ സീരീസ് 3 ബില്യൺ യുവാൻ വരുമാനം ആഗോളതലത്തിൽ നേടിയെടുത്തു. 2010 പോപ്പ് മാർട്ട് എന്ന ടോയ് കമ്പനി സ്ഥാപിച്ച വാൻ നിങ് ലബൂബു ട്രെൻഡിന് പിന്നിലെ നാഴികക്കല്ലാണ്. തുടക്കത്തിൽ മൊബൈൽ ഫോണും കോമിക്സും വിൽക്കാൻ ആരംഭിച്ച പോപ്പ് മാർട്ട് വലിയ നഷ്ടത്തിലായിരുന്നു മുന്നോട്ട് പോയത്. അപ്പോഴാണ് ഡിസൈനർ ടോയ്സിലേക്ക് അവർ ബിസിനസ് തിരിച്ചുവിടുന്നത്, അതും അഡൽട്ട് ഓറിയന്റഡ് ടോയ്സിലേക്ക്. 2006 കെന്നി വോങ് ഡിസൈൻ ചെയ്ത മോളി ഡോളിന്റെ വിൽപ്പന പോപ്പ് മാർട്ടിന്റെ വലിയൊരു വിജയമായിരുന്നു. അതിന് പിന്നാലെയാണ് ബ്ലൈൻഡ് ബോക്സിൽ ലബൂബു പാവകൾ വിൽക്കാൻ ആരംഭിച്ചത്. ബ്ലൈൻഡ് ബോക്സിലാക്കിയ പാവകളിൽ സർപ്രൈസിംഗ് എലമെന്റ് ഉള്ളത് കൊണ്ട് പല കസ്റ്റമേഴ്സും ലബൂബു പാവകൾ വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ പറയത്തക്ക ഭംഗിയൊന്നും ലബൂബു പാവയെ നേരിട്ട് കാണുമ്പോൾ തോന്നില്ല. മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ലബൂബു മോഡൽ തന്നെ ബ്ലൈൻഡ് ബോക്സിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വലിയ വരുമാന കയറ്റങ്ങളില്ലാതെ ലീനിയറായി പോയിക്കൊണ്ടിരുന്ന പോപ്പ് മാർട്ടിന്റെ ബിസിനസ് ഞൊടിയിടയിൽ കുതിക്കാൻ കാരണമായത് ബ്ലാക്ക് പിങ്കിലെ ലിസ കാരണമാണ്. ലിസയ്ക്ക് ലബൂബു പാവയോട് തോന്നിയ പ്രിയം ലിസയുടെ ആരാധകരിലേക്കും വ്യാപിച്ചു. ഈ രാക്ഷസ പാവയുടെ വ്യത്യസ്ത ഡിസൈൻസ് കാണാനും ശേഖരിക്കാനും വേണ്ടി കൂടുതൽ ആളുകൾ ഇത് മേടിക്കാൻ തുടങ്ങി. ഒരു ഭാഗ്യ പരീക്ഷണം പോലെ ഏറ്റവും നല്ല പാവയെ തന്നെ ബ്ലൈൻഡ് ബോക്സിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ ഈ പാവയ്ക്ക് വേണ്ടി പരക്കം പാഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, വില കൂടി, ഉൽപാദനം കൂടി, അങ്ങനെ ഫാഷൻ ലോകത്തെ ട്രെൻഡായത് മാറി. പലരും ഹാൻഡ് ബാഗിനോട് അറ്റാച്ച് ചെയ്തോ അല്ലെങ്കിൽ കീ ചെയിൻ ആയോ ലബൂബു കൊണ്ടു നടക്കാൻ തുടങ്ങി. അങ്ങനെ ആഗോള പോപ്പ് സംസ്കാരത്തിൽ ചൈനയുടെ സ്വാധീനം വളർത്താൻ ലബൂബു കാരണമായി. ഒരു സെലിബ്രിറ്റിക്ക് ലബൂബുവിനോട് തോന്നിയ ക്രഷ് കാരണം വിജയിച്ചത് വാൻ നിങ്ങിന്റെ പോപ്പ് മാർട്ട് ബിസിനസ്സാണ്. ഈ ഒരു വിജയം അദ്ദേഹത്തെ ചൈനയുടെ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം പിടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ബിസിനസ്മാൻ ആക്കി മാറ്റി. 2024 അവസാനത്തിൽ $7.59 ബില്യൺ വരുമാനത്തിൽ നിന്ന് 2025 ജൂണിൽ $22.1 മില്യൺ വരുമാനത്തിലേക്ക് കുതിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ലബൂബു ട്രെൻഡ് വഴിയാണ്. ഈ ഒരു പാവയെക്കുറിച്ചും
ഫാഷൻ ട്രെൻഡിനെ പറ്റിയും കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ് ലേൺ വിത്ത് ജു.